സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. PSCയുടെ ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരും തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കുറുവ ദ്വീപ് ഏത് നദിയിലാണ്? കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കബനി നദിയിലാണ്. കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാബായ് നവറോജിയാണ്. ദാദാബായ് നവറോജിയാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന രേഖ. ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്നത് മക്മോഹൻ രേഖയാണ്. മക്മോഹൻ രേഖ ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിലാണ് വേർതിരിക്കുന്നത് എന്ന് ചോദിക്കാം. ഏതൊക്കെ രാജ്യങ്ങളെയാണ്? ഇന്ത്യയെയും ചൈനയെയുമാണ്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ആത്മകഥയുടെ പേര് കൊഴിഞ്ഞ ഇലകൾ എന്നതാണ്. ഇത് ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ പേരാണ് കൊഴിഞ്ഞ ഇലകൾ എന്നത്. ഹരപ്പയിലെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? ഹരപ്പയിലെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ദയാറാം സാഹ്നിയാണ്. ദയാറാം സാഹ്നി എവിടത്തെയാണ്? ഹരപ്പയിലെ. പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖ. പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖയാണ് ഓർണിത്തോളജി. ഓർണിത്തോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. എന്താണ്? പക്ഷികളാണ്. പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖയാണ് ഓർണിത്തോളജി. കേരളത്തിന്റെ സംസ്ഥാന മൃഗം ഏതാണ്? കേരളത്തിന്റെ സംസ്ഥാന മൃഗമാണ് ആന. അപ്പോൾ ഇന്ന് കമന്റ് ചെയ്യാനുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത് എന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, മാപ്പിള കലാപവുമായിട്ട് ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ. മാപ്പിള കലാപവുമായിട്ട് ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടറാണ് HV കോനേലി. HV കോനേലി എന്തുമായിട്ടാണ്? മാപ്പിള കലാപവുമായിട്ട് ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടറാണ് HV കോനേലി. ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ്? ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. മേഘാലയയിലാണ് ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോൺ. കരിമീനിനെ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമായിട്ട് പ്രഖ്യാപിച്ച വർഷം. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ്. കരിമീനിനെ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമായിട്ട് പ്രഖ്യാപിച്ച വർഷം 2010 ആണ്. 2010. കേരളത്തിലെ ആദ്യത്തെ മാതൃക മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ മാതൃക മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങിയാണ്. കുമ്പളങ്ങി. വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിന് ഒരു വസ്തുവും കണ്ണും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര സെന്റിമീറ്റർ ആയിരിക്കണം? വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിന് ഒരു വസ്തുവും കണ്ണും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം 25 സെന്റിമീറ്റർ ആയിരിക്കണം. 25 സെന്റിമീറ്റർ. കേരളത്തിലെ ഏത് വിഭാഗം ആദിവാസികളെ കുറിച്ചാണ് ഗാന്ധിജി യങ് ഇന്ത്യയിൽ ലേഖനം എഴുതിയിരിക്കുന്നത്? കേരളത്തിലെ ഏത് വിഭാഗം ആദിവാസികളെ കുറിച്ചാണ് ഗാന്ധിജി യങ് ഇന്ത്യയിൽ ലേഖനം എഴുതിയിരിക്കുന്നത്? നായാടികളെയാണ്. നായാടികളെ കുറിച്ചാണ്. ഏതിലാണ് ലേഖനം എഴുതിയിരിക്കുന്നത്? യങ് ഇന്ത്യയിലാണ്. യങ് ഇന്ത്യ. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ള സ്ഥലം ഏതാണ്? കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ളത് കുണ്ടറയിലാണ്. കൊല്ലം ജില്ലയില് കുണ്ടറയിലാണ് കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത്. കണ്ണൂരിനെയും കൂർഗിനെയും ബന്ധിപ്പിക്കുന്ന ചുരം. കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പേരമ്പാടി ചുരമാണ്. കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു പേരമ്പാടി ചുരം. 0 ഡിഗ്രി രേഖാംശരേഖ. 0 ഡിഗ്രി രേഖാംശരേഖയാണ് ഗ്രീനിച്ച് രേഖ. ഗ്രീനിച്ച് രേഖ 0 ഡിഗ്രി രേഖാംശരേഖ. അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ സ്ഥാപനം. അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ സ്ഥാപനം ദക്ഷിണ ഗംഗോത്രി.
ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കറുത്ത മണ്ണാണ്. 1114 കഥ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പുസ്തകത്തിന്റെ പേര് 1114 കഥ. രചിച്ചത് അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാൻ. ഗോൾഡൻ ത്രഷോൾഡ് ആരുടെ രചനയാണ്? രചനയുടെ പേര് ഗോൾഡൻ ത്രഷോൾഡ്. ആരുടേതാണ്? സരോജിനി നായിഡുവിൻ്റെ കൃതിയാണ് ഗോൾഡൻ ത്രഷോൾഡ് എന്നത്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ വിദ്യാഭ്യാസ സ്ഥാപനം. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം കറുകച്ചാൽ ഇംഗ്ലീഷ് സ്കൂളാണ്. കറുകച്ചാൽ ഇംഗ്ലീഷ് സ്കൂൾ. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ എത്രയാണ്? മൗലികാവകാശങ്ങൾ 6 മൗലിക കടമകളുടെ എണ്ണം കമന്റ് ചെയ്യുക. മാനവേദൻ എന്ന സാമൂതിരി രാജാവ് രൂപം നൽകിയ കലാരൂപം. മാനവേദൻ എന്ന സാമൂതിരി രാജാവ് രൂപം നൽകിയ കലാരൂപമാണ് കൃഷ്ണനാട്ടം. കൃഷ്ണനാട്ടം എന്ന കലാരൂപത്തിന് രൂപം നൽകിയത് ആരാണ്? മാനവേദൻ ആണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്ര? ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളമാണ് 3214 കിലോമീറ്റർ. 3214 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി. തിരുവിതാംകൂറിൽ ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? തിരുവിതാംകൂറിൽ ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത് അന്നാചാണ്ടിയാണ്. അന്നാചാണ്ടി. മാസികയുടെ പേര് ശ്രീമതി എന്നാണ്. ആരംഭിച്ചത് അന്നാചാണ്ടി. ചൊവ്വയുടെ ചുവപ്പ് നിറത്തിന് കാരണം എന്തിൻ്റെ സാന്നിധ്യമാണ്? ചൊവ്വയുടെ ചുവപ്പ് നിറത്തിന് കാരണം ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ്. ഇരുമ്പ്. വിന്ധ്യ സാത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? വിന്ധ്യ സാത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ നദി. നർമ്മദ. ഭാരതത്തിന്റെ ദേശീയ നദിയായിട്ട് ഗംഗയെ പ്രഖ്യാപിച്ച വർഷം. ഭാരതത്തിന്റെ ദേശീയ നദി ഏതാണ്? ഗംഗയാണ്. ഗംഗയെ ഭാരതത്തിന്റെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 2008. 2008. പ്ലാസി യുദ്ധം നടന്ന വർഷം. പ്ലാസി യുദ്ധം 1757 പ്ലാസി യുദ്ധം നടന്നത്. 1757. അറബിക്കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദി ഏതാണ്? അറബിക്കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദി സിന്ധു നദിയാണ്. സിന്ധു നദി ഹിമാലയൻ നദിയാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദിയാണ് സിന്ധു നദി. ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമം എന്ന ബഹുമതി നേടിയ ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമം എന്ന ബഹുമതി നേടിയത് ചന്തിരൂറാണ്. ആലപ്പുഴ ജില്ലയിലെ ചന്തിരൂറാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമം എന്ന ബഹുമതി നേടിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സഫാരി പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സഫാരി പാർക്ക് തെന്മലയാണ്. തെന്മല. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഇളനീരാണ്. ഇളനീർ. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. 1950 ജനുവരി 26. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. ഭൂമിയോട് ഏറ്റവും ചേർന്നുള്ള ഗ്രഹം ഏതാണ്? ശുക്രനാണ്. ശുക്രൻ. വലയങ്ങളുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് ശനിയാണ്. ശനി. ആഷസ് കപ്പ് ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആഷസ് കപ്പ് ക്രിക്കറ്റാണ്. ആഷസ് കപ്പ് ഏത് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്രിക്കറ്റ്. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ഒരു ബാക്ടീരിയ ഏതാണ്? അന്തരീക്ഷ നൈട്രജനെ എന്താക്കി മാറ്റുന്നു? നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. ബാക്ടീരിയ റൈസോബിയമാണ്. റൈസോബിയം. സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത് ഏത് മേഖലയിലാണ്? സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത് പത്രപ്രവർത്തന മേഖലയിലാണ്. ഒരു വസ്തുവിനെ തള്ളുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ അതിൽ ഡാഷ് പ്രയോഗിക്കപ്പെടുന്നു. ഒരു വസ്തുവിനെ തള്ളുകയോ വലിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൽ എന്താണ് പ്രയോഗിക്കപ്പെടുന്നത്? ബലമാണ് പ്രയോഗിക്കപ്പെടുന്നത്. ബലം.
ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ വജഹത് ഹബീബുള്ളയാണ്. വജഹത് ഹബീബുള്ളയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ. കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്നത്, കേരളത്തിലെ ഹോളണ്ട് കുട്ടനാടാണ്, കുട്ടനാട്. കേരളത്തിലെ തെക്കേ അറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്ത്, കേരളത്തിലെ തെക്കേ അറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്താണ് പാറശാല. ജീവികളുടെ ഘടനാപരവും ജീവശാസ്ത്രപരവുമായ അടിസ്ഥാന ഘടകം, ജീവികളുടെ ഘടനാപരവും ജീവശാസ്ത്രപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ, ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറാണ്. വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. ഇന്ത്യയിൽ നിന്നും ബുക്കർ സമ്മാനം നേടിയ ആദ്യ വ്യക്തി ആരാണ്? ഇന്ത്യയിൽ നിന്നും ബുക്കർ സമ്മാനം നേടിയ ആദ്യ വ്യക്തി അരുന്ധതി റോയ് ആണ്, അരുന്ധതി റോയ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്, വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. 2010 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് പാണ്ഡുരംഗ ഹെഡ്കെ, പാണ്ഡുരംഗ ഹെഡ്കെ. വായിൽ എത്ര ജോഡി ഉമ്മിനീർ ഗ്രന്ഥികളുണ്ട്? വായിൽ എത്ര ജോഡി ഉമ്മിനീർ ഗ്രന്ഥികളുണ്ട്? 3 ജോഡിയാണ്, 3 ജോഡി. പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ചെമ്പാണ്, ചെമ്പ്. ഡെക്കാണിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന മലമ്പാത ഏത്? ഡെക്കാണിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന മലമ്പാതയാണ് അസിർഗഡ് ചുരം. അസിർഗഡ് ചുരമാണ് ഡെക്കാണിലേക്കുള്ള താക്കോൽ എന്ന് അറിയപ്പെടുന്നത്, അസിർഗഡ് ചുരം. ലോക്പാൽ എന്ന വാക്കിനർത്ഥം, ലോക്പാൽ ജനസംരക്ഷകൻ, ജനസംരക്ഷകൻ എന്നാണ് ലോക്പാൽ എന്ന വാക്കിന്റെ അർത്ഥം. വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ് ആരാണ്? വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവാണ് അയ്യങ്കാളി. അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയ വർഷം കമന്റ് ചെയ്യുക. കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം, കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓടക്കാലിയാണ്. കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓടക്കാലി. കൊടുങ്ങല്ലൂർ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല, കൊടുങ്ങല്ലൂർ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്, തൃശ്ശൂർ ജില്ലയിലാണ് കൊടുങ്ങല്ലൂർ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 370 ആണ്, ആർട്ടിക്കിൾ 370. പ്രാഥമിക ശില എന്നറിയപ്പെടുന്നത്, പ്രാഥമിക ശില എന്നറിയപ്പെടുന്നത് ആഗ്നേയശിലയാണ്, ആഗ്നേയശിലയാണ് പ്രാഥമിക ശില എന്ന് അറിയപ്പെടുന്നത്. ജാലിയൻവാലാബാഗ് സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ജാലിയൻവാലാബാഗ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അമൃത്സർ ആണ്. പഞ്ചാബിലെ അമൃത്സറിലാണ് ജാലിയൻവാലാബാഗ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. മലബാർ കലാപം നടന്ന വർഷം ഏതാണ്? മലബാർ കലാപം നടന്നത് 1921-ലാണ്. 1921-ലാണ് മലബാർ കലാപം നടന്നത്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിളിക്കപ്പെടുന്ന ഭാഗം ഏതാണ്? ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിളിക്കപ്പെടുന്ന ഭാഗം ആമുഖമാണ്, ആമുഖം. ഏഷ്യയുടെ നോബൽ എന്നറിയപ്പെടുന്നത്, ഏഷ്യയുടെ നോബൽ എന്നറിയപ്പെടുന്നത് മക്സസെ അവാർഡാണ്, രമൺ മക്സസെ അവാർഡ്. വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിത, വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യ വനിതയാണ് ദീപക് സന്ധു. കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏതാണ്? കൊബാൾട്ട് വിറ്റാമിൻ B12 ആണ്, വിറ്റാമിൻ B12 ആണ് കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ. മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്ന കാൽഷ്യം സംയുക്തം, മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്ന കാൽഷ്യം സംയുക്തം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? ശ്യാം സരൺ നേഗിയാണ്, ശ്യാം സരൺ നേഗി. ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ നിശ്ചിത സഞ്ചാരപാത,
ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ നിശ്ചിത സഞ്ചാരപാതയാണ് ഓർബിറ്റ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യറാണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ് ആണ്. നൈട്രസ് ഓക്സൈഡ്. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി. സൗരയൂഥത്തിൽ കൊടുങ്കാറ്റ് വീശാത്ത ഏക ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിൽ കൊടുങ്കാറ്റ് വീശാത്ത ഏക ഗ്രഹം ബുധനാണ്. ബുധൻ. ഭാരതകേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? ഭാരതകേസരി. മന്നത്ത് പത്മനാഭനാണ് ഭാരതകേസരി എന്ന് അറിയപ്പെടുന്നത്. മന്നത്ത് പത്മനാഭൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ചിപ്കോ പ്രസ്ഥാനമാണ്. ചിപ്കോ പ്രസ്ഥാനം. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ. താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം. താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടത് 1983 1983. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയത് 2005. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. 10ാം പഞ്ചവത്സര പദ്ധതി. ക്വിറ്റ് ഇന്ത്യ സമര നായക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? അരുണ ആസഫ് അലിയാണ്. അരുണ ആസഫ് അലി. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ പറയുന്ന പേര് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ പറയുന്ന പേരാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ. മുളകിന്റെ എരിവിന് കാരണമായ രാസവസ്തു. മുളകിന്റെ എരിവിന് കാരണമായ രാസവസ്തു ക്യാപ്സസിൻ ആണ്. ക്യാപ്സസിൻ എന്ന രാസവസ്തുവാണ് മുളകിന്റെ എരിവിന് കാരണമായ രാസവസ്തു. DNA പൂർണ്ണരൂപം. DNA പൂർണ്ണരൂപം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നതാണ് DNA പൂർണ്ണരൂപം. തമിഴ് ദേശത്തിന്റെ ഒഡീസി എന്നറിയപ്പെടുന്നത്. തമിഴ് ദേശത്തിന്റെ ഒഡീസി മണിമേഖലയാണ്. മണിമേഖലയാണ് തമിഴ് ദേശത്തിന്റെ ഒഡീസി എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ആഭ്യന്തര അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള ദിവസം. സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ളത് ജൂലൈ 4 ജൂലൈ 4. ജടായുപ്പാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല. ജടായുപ്പാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം ഏതാണ്? യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടമാണ്. മനുഷ്യന്റെ ആമാശയത്തിലുള്ള ആസിഡ്. മനുഷ്യന്റെ ആമാശയത്തിലുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത് പശ്ചിമ ബംഗാളിലാണ്. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം നാഡീകോശമാണ്. നാഡീകോശം. ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്ന നദി. ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. മഹാനദി. വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കാർബൺ 14 ആണ്. കാർബൺ 14. എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയത് 1993 1993. ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. സർദാർ വല്ലഭായ് പട്ടേൽ.
കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. കുറ്റ്യാടിപ്പുഴ. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് കരമനയാറിലാണ്. കരമന. അവസാനത്തെ ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പേര് വിവരങ്ങൾ അടങ്ങിയ പുസ്തകം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പേര് വിവരങ്ങൾ അടങ്ങിയ പുസ്തകമാണ് റെഡ് ഡാറ്റ ബുക്ക്. റെഡ് ഡാറ്റ ബുക്ക്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.